തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വചനം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക. നമ്മുടെ യൗവനം, നമ്മുടെ ജീവിതം ആരും തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും എല്ലാവർക്കും നമ്മൾ മാതൃക ആയിരിക്കണം. മാതൃകയോടെ ജീവിക്കുവാനാണ് ഇന്നത്തെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഏതൊക്കെ കാര്യത്തിൽ? വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മാതൃകയോടെ ജീവിക്കണം. നാം മാതൃകയോടെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. മാതൃകയോടെ ജീവിക്കാതെ ദൈവത്തെ ആരാധിച്ചാൽ, പാട്ടുപാടിയാൽ, സുവിശേഷ യോഗം നടത്തിയാൽ എന്താ സംഭവിക്കുന്നത്? വിരോധി നമ്മെക്കൊണ്ട് തിന്മകൾ പറയുകയും നാം ലജ്ജിച്ച് പോവുകയും ചെയ്യും. എന്നാൽ നമ്മെക്കൊണ്ട് വിരോധി ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നാം നമ്മെ മാതൃകയാക്കി കാണിക്കണം. ദൈവത്തിന് കൊള്ളാകുന്നവനായി ജീവിക്കണം എന്ന് അർത്ഥം. ആരാണ് ദൈവത്തിന് കൊള്ളാകുന്നവൻ? ഒരു പാട്ട് പാടുന്നവനാണോ? നന്നായി പ്രസംഗിക്കുന്നവനാണോ? പ്രവാചകനാണോ? വചനം പഠിപ്പിക്കുന്നവനാണോ? വ്യക്തിപരമായി സുവിശേഷ വേല ചെയ്യുന്നവനാണോ? സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നവനാണോ? ആരാണ് ദൈവത്തിന് കൊള്ളാകുന്നവൻ? എല്ലാവരും അവകാശപ്പെടുന്നത് ഞാനാണ്, എൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിന് പ്രസാദകരം, ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ കൊടുക്കുന്നുണ്ട്, ക്ലേശം സഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും പലരുടെയും ചിന്ത. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാതൃകാപരമായ നിലപാടുകളും സംസാരങ്ങളും കുടുംബത്തിലും സഭയിലും ദേശത്തും ഇല്ല എങ്കിൽ നാം എങ്ങനെ ദൈവത്തിന് കൊള്ളാകുന്നവൻ എന്ന് നമ്മെക്കുറിച്ച് ദൈവത്തിന് പറയുവാനായിട്ട് കഴിയും? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ആത്മീക ആരോഗ്യമുള്ള ദൈവമക്കളായിട്ട് എല്ലാവരും മാറുമെന്നുള്ളത് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് നാം എല്ലാവരും ധ്യാനിക്കുന്നത്. ദൈവത്തിന് കൊള്ളാകുന്നവരായിട്ട് ജീവിക്കണമെങ്കിൽ മാതൃകയോടെ നാം ജീവിക്കണം. ലോകം നമ്മെ മാനിച്ചില്ല എന്ന് വരാം, നമ്മേക്കാൾ മറ്റുള്ളവർ ഉയർത്തപ്പെടുന്നത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണേണ്ടി വരും. ആത്മീക നേതൃത്വം നമ്മെ കരുതിയില്ല എന്ന് വന്നേക്കാം. സ്നേഹിതന്മാരും കൂട്ടുവിശ്വാസികളും ഒരുപക്ഷെ ആദരിച്ചില്ല എന്ന് വരാം. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനകൾ പോലും നമ്മെ മനസ്സിലാക്കാതെ, നമ്മെ തിരിച്ചറിയാതെ അതു നിമിത്തം നാം ഭാരപ്പെടുന്ന അനുഭവങ്ങൾ വന്നേക്കാം. എന്നാൽ നമ്മെ അറിയുന്ന, കരുതുന്ന, ആദരിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തിൽ മാതൃക നഷ്ടപ്പെടുത്തുന്ന ഒന്നും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ നമുക്കാർക്കും ഇടയാകരുത്. നാം നോക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല എന്നാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. പലരെയും നോക്കി പലരുടെയും വിശ്വാസ ജീവിതം തകർന്നുപോയി. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവിൽ നിന്ന് വളരെ അകലെ, പത്രോസ് അകലം വിട്ട് കർത്താവിനെ പിൻപറ്റിയതുപോലെ പിൻപറ്റുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ആർക്കും ഒരു ദോഷവും ആരോപിക്കുവാനില്ലാത്ത തേജോമയനായ നമ്മുടെ കർത്താവ്, വിശുദ്ധിയിൽ ഭയങ്കരനായ നമ്മുടെ കർത്താവ്, ആ കർത്താവുമായിട്ട് ഒരാത്മബന്ധത്തിൽ തുടരുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ഞാൻ മാതൃകയോടെ ജീവിക്കും എന്ന് തീരുമാനമെടുക്കണം. കുടുംബജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷ മേഖലയിലാണെങ്കിലും മാതൃക നഷ്ടപ്പെടുത്തുന്ന
വസ്ത്രധാരണമോ ഇടപാടുകളോ ഒന്നും ഒരു ദൈവ പൈതൽ അനുവർത്തിക്കുവാൻ പാടുള്ളതല്ല. കാരണം വിരോധി നമ്മെ കൊണ്ട് യാതൊരു തിന്മയും പറയാതെ അവൻ ലജ്ജിച്ചു പോകണം. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകണം. ദൈവമക്കളെ കുറിച്ച് അപവാദം പറയുവാൻ, തിന്മ പറയുവാൻ, ദോഷം പറയുവാൻ കാത്തിരിക്കുന്ന 100,000 കണ്ണുകളുണ്ട്. ചെയ്യുന്നതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ നടുവിൽ വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ തന്നെ മാതൃകയായി കാണിപ്പാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുക. നമ്മുടെ കർത്താവിൻ്റെ ജീവിതമാണ് നമുക്ക് മാതൃക. ഈ ലോകത്തിൽ യേശുവിനെ അറിയുന്ന, യേശുവിനെ പിൻപറ്റുന്ന ഓരോരുത്തരും മാതൃകയാക്കേണ്ടത് യേശുവിൻ്റെ ജീവിതമാണ്. യേശുവിൻ്റെ ജീവിതം മാതൃകയാക്കുന്ന ആർക്കും മാതൃകയോടെ ദേശത്ത് പാർക്കുവാൻ കഴിയും. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. മാതൃകയോടെ ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.